എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി മാത്സ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ് സ്പേസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിന്റെ ഏറ്റവും അവസാനത്തെ പോർഷൻ ആണ് സെക്ഷൻ ഫോർമുല. ഓക്കേ, അപ്പോൾ എന്താണ് സെക്ഷൻ ഫോർമുല, അതുമായി ബന്ധപ്പെട്ട ചെറിയ കുറച്ച് ഇക്വേഷൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് ഈ പാഠത്തിന് ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ എന്ന പാഠത്തിലും CBSE-യിലെ 10ാം ക്ലാസ്സിലും സെക്ഷൻ ഫോർമുലയൊക്കെ 2 ഡൈമെൻഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 3D യിൽ വരുമ്പോൾ അഡീഷണൽ ആയിട്ട് ടേംസും കൂടി എന്ത് ചെയ്ത് വരത്തേ ഉള്ളൂ. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ 3 ഡൈമെൻഷൻ ജോമെട്രി x y z ആക്സിസ് അത് നമ്മൾ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യും. ഏതൊക്കെയാണ്? അപ്പോൾ A എന്ന് പറയുന്ന ഒരു പോയിന്റ്, A എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ് ആ x1 y1 z1 എന്നായിട്ട് എടുക്കുന്നു. ഓക്കേ, ആ B എന്ന് പറയുന്ന ഒരു പോയിന്റ് കോർഡിനേറ്റ് സ്പേസ് നിൽക്കുന്ന മറ്റൊരു പോയിന്റ് ആണ് B, A x1 y1 z1, B എന്ന് പറയുന്നത് x2 y2 z. ഓക്കേ, ഈ രണ്ട് പോയിന്റ് കൂടെ ഞാൻ ജോയിൻ ചെയ്യും. ഓക്കേ, ഈ രണ്ട് പോയിന്റ് A യും B യും കൂടെ ഞാൻ ജോയിൻ ചെയ്യും. ഓക്കേ, A യും B യും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ലൈൻ സെഗ്മെന്റ് കിട്ടും. ഓക്കേ, ഇതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ എന്താണ് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം എന്താണ് √(x1 - x2) y1 - y2 z1 - z നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കേ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് A എന്ന് പറയുന്ന പോയിന്റ് x1 y1 z1, B എന്ന പോയിന്റ് x2 y2 z. ഈ രണ്ട് പോയിന്റ് കൂടെ ചേർന്ന് ഈ ലൈൻ സെഗ്മെന്റിനെ നമ്മൾ മറ്റൊരു പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കേ, ഞാൻ C എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ ലൈൻ സെഗ്മെന്റിൽ C എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കേ, C എന്ന് പറയുന്ന ഒരു പോയിന്റ് AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ ആര് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ആ C എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു. ഏത് റേഷ്യോയിൽ? m:n എന്ന് പറയുന്ന റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കേ, വേണം മാറ്റി മനസ്സിലാവാൻ വേണ്ടി ഇവിടെ A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് മനസ്സിലാക്കുക, ഇവിടെ B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, സ്പേസ് നിൽക്കുന്ന രണ്ട് പോയിന്റ് ആണ്. ഇവിടുത്തെ കോർഡിനേറ്റ് ആണ് x1 y1 z1, ഇവിടുത്തെ കോർഡിനേറ്റ് x2 y2 z2 ആണ്. ഈ ലൈൻ സെഗ്മെന്റ് A യും B യും ചേർന്ന് വരയ്ക്കുന്ന ഈ ലൈൻ സെഗ്മെന്റിനെ ആര് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ആ C എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏത് റേഷ്യോയില്? m:n എന്ന് പറയുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കേ, ഡിവൈഡ് ചെയ്യുന്നു, മുറിക്കുന്നു. ഓക്കേ, C എന്ന് പറയുന്ന പോയിന്റ് AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ m ഇവിടെ ഇത്രയും പോർഷൻ m ഉം ഇത്രയും പോർഷൻ n ഉമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ആ ലൈൻ സെഗ്മെന്റിലുള്ള പോയിന്റ് ആണ് C. അങ്ങനെയെങ്കിൽ ഈ C എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ടേ? ഈ C എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് xyz എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. xyz അത് എങ്ങനെ കണ്ടുപിടിക്കും? ഈ C എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ആ ഇക്വേഷൻ ആണ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എഴുതുന്നത്. ഓക്കേ, ഞാൻ എഴുതിയിട്ടുണ്ട് C xyz. നമ്മളെ കോമൺ ആയിട്ട് നമ്മൾ എഴുതിയാണ് C എന്ന് പറയുന്നത് xyz എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുക്കുന്നു. ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിൻ A x1 y1 z1. അപ്പോൾ A x1 y1 z1 and B x2 y2 z. അപ്പോൾ A എന്നും B എന്നും രണ്ട് പോയിന്റ് ഉണ്ട്. അതിനെ C എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഇന്റേണൽ ഏത് റേഷ്യോയിൽ? m:n എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ A യും B യും എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ C വന്ന് m:n എന്ന പോയിന്റ് ഡിവൈഡ് ചെയ്താൽ C എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എന്താണ്? mx2. ആദ്യം m നെ ഇവിടെ x1 y1 z1. ഓക്കേ, ഇവിടുത്തെ x1 y1 z1 ആണ്. x1 A എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ് x1 y1 z1, B ലെ പോയിന്റ് എല്ലാവർക്കും അറിയാം x2 y2 z. അങ്ങനെയാണ് എങ്കിൽ ഈ C എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ് ആണ് റൈറ്റ് സൈഡ് എഴുതിയത്. എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ C എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് x ഉം y ഉം z ഉം മൂന്ന് പോയിന്റും വേണം. x കോർഡിനേറ്റ് വേണം, y കോർഡിനേറ്റ് വേണം, z കോർഡിനേറ്റ് വേണം. C എന്ന പോയിന്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആദ്യം ഇവിടുത്തെ m പിന്നെ ഇവിടുത്തെ x2 mx2 പ്ലസ് പിന്നെ ഇവിടുത്തെ n ഉം ഇവിടുത്തെ x ഉം എന്തിനാണ് nx1. ഓക്കേ, ഡിനോമിനേറ്ററിൽ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ സം. ഓക്കേ, അടുത്ത ഇതേ രീതി റിപ്പീറ്റ് ചെയ്താണ് അടുത്ത. അപ്പോൾ C എന്ന പോയിന്റിന്റെ x കോർഡിനേറ്റ് എന്നിട്ട് y കോർഡിനേറ്റ് ഇതാണ് തന്നെയാണ് എന്തിനാണ് m നേരത്തെ x കോർഡിനേറ്റ് വന്ന അടുത്ത എന്തിനാണ് y കോർഡിനേറ്റ് my2 പ്ലസ് ny1 തിരിച്ചാണ് പറയുന്നത് ny1. ഓക്കേ, താഴെ എന്താണ് m പ്ലസ് n. ലാസ്റ്റ് എന്താണ് m ഏത് കോർഡിനേറ്റ് z2 mz2 പ്ലസ് nz1 ഡിവൈഡ് ബൈ എന്തിനാണ് m പ്ലസ്. ഓക്കേ, ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. അത് ഇന്റേണലി ഡിവൈഡ് ചെയ്യുമ്പോൾ C എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ AB എന്ന ലൈൻ സെഗ്മെന്റിനെ C എന്ന പോയിന്റ് AB എന്ന റേഷ്യോ m:n എന്ന റേഷ്യോ കട്ട് ചെയ്താൽ C എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തിനാണ് mx2 nx1 ഡിവൈഡ് ബൈ m n. അടുത്തത് എന്തിനാണ് mx2 nx1 ഡിവൈഡ് ബൈ m n. അതേപോലെ mz2 nz1 ഡിവൈഡ് ബൈ m n. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? C എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം. ഇനി എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. എക്സ്റ്റേണലി മീൻസ് ഈ C എന്ന പോയിന്റ് ഈ ലൈൻ സെഗ്മെന്റ് വെളിയിലാണ് എങ്കിൽ
ഓക്കെ എക്സ്റ്റേണലി പുറത്തു വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനും ഇതേ ഇക്വേഷൻ തന്നെയാണ് ഒരെണ്ണം നമ്മൾ പഠിച്ചാൽ മതി പക്ഷെ ഈ പ്ലസ് ഇട്ട സ്ഥാനത്തല്ല നമ്മൾ എന്താക്കിയാൽ മതി മൈനസ് ആക്കിയാൽ അപ്പൊ ഇന്റേണൽ പഠിച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ പഠിക്കേണ്ട ആവശ്യമില്ല അവിടെ നേരത്തെ നമ്മൾ പ്ലസ് ഇട്ട് കൊടുത്ത സ്ഥാനത്തല്ല എന്താണെന്ന് പഠിച്ചാൽ മതി ആ മൈനസ് ആണെന്ന് പഠിച്ചാൽ ഇവിടെ എന്തിനാണ് mx2 മൈനസ് nx1 താഴെ m പ്ലസ് n വരെ എന്ത് m മൈനസ് താഴെ എല്ലായിടത്തും m മൈനസ് ആണ് നേരത്തെ my2 plus ny1 divided by m plus 1 ഇവിടെ നേരെ തിരിച്ചതെന്ത് my2 minus ny1 divided by m minus അങ്ങനെ ഓരോ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം എക്സ്റ്റേണലി ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക ഇന്റേണലി ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും എന്താണ് അതിന്റെ കോർഡിനേറ്റ് ഏത് പോയിന്റ് ആണോ ഡിവൈഡ് ചെയ്യുന്നത് ആ പോയിന്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക ഓക്കെ ഒരു കാര്യം കൂടെ ഉണ്ട് അത് നമ്മൾ സി എന്ന പോയിന്റ് കറക്റ്റ് മിഡിലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് മിഡിലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ മിഡിലായിട്ടാണ് ഓക്കെ മൂന്നാമത്തെ കണ്ടീഷൻ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതുകയാണ് സി ഡിവൈഡ്സ് എ ബി in the ratio 1:1 എന്താണ് അർത്ഥം 1:1 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അതായത് സി 1:1 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ് അപ്പോൾ 1:1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് പപ്പാതിയാണ് അതായത് കറക്റ്റ് മിഡിൽ പോയിന്റ് ആണ് ബ്രാക്കറ്റിൽ എന്ന് പറയുന്നത് എന്താണ് മിഡിൽ പോയിന്റ് ഓഫ് എ ബി കാരണം മിഡ് പോയിന്റ് ഓഫ് എ ബി അതായത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കുക ഏതെങ്കിലും ഒരു ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കുന്നത് അതായത് സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ സ്ഥലമില്ലാതെ ഇങ്ങോട്ട് എഴുതുകയാണ് ഇവിടെ എ നിൽക്കുന്നു ഇവിടെ ബി നിൽക്കുന്നു ഇവിടെ കറക്റ്റ് 1:1 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് സി എന്ന് പറയുന്നത് 1:1 കറക്റ്റ് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡിലാണ് എങ്കിൽ ഈ സിയുടെ കോർഡിനേറ്റ് ഈ ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് കിട്ടും നമ്മൾ 10ാം ക്ലാസ്സിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഫോർമുല പഠിച്ചായിരുന്നു എന്തായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ് x1 + x2 / 2 y1 + y2 / 2 ഇവിടെയും അതേ കണക്ക് തന്നെ പകരം ആരും കൂടെ വരും z1 ഉം z2 ഉം വരും കാരണം അഡീഷൻ ആയിട്ടുള്ള ഒരു ടേം കൂടെ വരുമല്ലോ അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും ഇവിടെ c യുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്തിനാണ് x1 + x2 / 2 അതേപോലെ y1 + y2 / 2 അതേപോലെ z1 + z2 / 2 ഓക്കേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം അപ്പോൾ മിഡ് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ലൈൻ സെഗ്മെന്റ് കറക്റ്റ് മിഡിലെ കോർഡിനേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക ഈ ഇക്വേഷൻ ഇട്ടാലും ഒരു ആൻസർ അങ്ങനെ തന്നെ കിട്ടും ഓക്കേ എങ്കിലും നമുക്ക് ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും ഇവിടെ ആവുമ്പോൾ m ന് n 1 കൊടുത്താൽ മതി ഓക്കേ m ന് 1 കൊടുക്കുന്നു 1 * x2 1 * x1 അപ്പോൾ x1 + x2 1 + 1 2 ഈ ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെ y1 + y2 / 2 അവിടെ 1 x m ന് n 1 കൊടുത്താൽ z1 + z2 വരും ഇവിടെ 1 കൊടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത് അതായത് 1:1 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ സി എന്ന പോയിന്റ് എ ബി എന്ന റേഷ്യോ 1:1 എന്ന പോയിന്റിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ആയിരിക്കും ഇതായിരിക്കും സിയുടെ കോർഡിനേറ്റ് ഇന്റേണൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക ഇതാണ് എക്സ്റ്റേണൽ അതേ ഇക്വേഷൻ തന്നെയാണ് സൈൻ ഒന്ന് മാറി കിടക്കുന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല ഇപ്പൊ ചെയ്ത ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണക്കൂടെ ചെയ്തു നോക്കാം ഇക്വേഷൻ കൂടുതലായിട്ട് എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാവും ഓക്കേ നമുക്ക് എന്ത് ചെയ്യാം കണക്ക് എന്ത് ചെയ്യാം ചെയ്തു നോക്കാം അപ്പോൾ അടുത്ത സെക്ഷൻ ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം find the coordinate of point which divide the line segment join the point -2 3 5 and 1 -4 6 അപ്പോൾ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട് അപ്പോൾ അതിനെ ഒരു പോയിന്റ് വന്ന് ഡിവൈഡ് ചെയ്തു ഏത് റേഷ്യോയിൽ 2:3 എന്ന റേഷ്യോയിൽ ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്നുണ്ട് 2:3 റേഷ്യോയിൽ എക്സ്റ്റേണൽ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ആ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം അവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം ഓക്കേ ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആ പോയിന്റ് എഴുതുകയാണ് ഓക്കേ ഞാൻ ആ പോയിന്റ് p എന്ന് പേര് കൊടുക്കണം ഓക്കേ p -2 3 5 ഓക്കേ അടുത്തത് q എന്ന് പറയുന്ന പോയിന്റ് ആണ് അടുത്ത് എടുക്കുന്നത് അത് 1 -4 6 അപ്പോൾ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഓക്കേ p എന്ന് പറയുന്ന പോയിന്റും q എന്ന് പറയുന്ന പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് അതിനെ 2:3 എന്ന റേഷ്യോയിൽ ഏതെങ്കിലും ഒരു pq r എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത് വിചാരിക്കുക ഏത് റേഷ്യോയിൽ 2:3 എന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത് വിചാരിക്കുക ഇപ്പോൾ r എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു ഏത് റേഷ്യോയിൽ 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് വിചാരിക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അപ്പോൾ -2 3 5 എന്ന പോയിന്റും 1 -4 6 എന്ന് പറയുന്ന പോയിന്റും ചേർന്ന ലൈൻ സെഗ്മെന്റ് ആണ് വരച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ഒരു പോയിന്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയില 2:3 എന്ന റേഷ്യോയിൽ ഓക്കേ ഇന്റേണലി ആയതാണ് ഇത് വരച്ചത് അപ്പോൾ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ് തന്നെ ആയിരിക്കും ആ പോയിന്റ് എക്സ്റ്റേണൽ ആണ് പുറത്തായിരിക്കും ഓക്കേ അങ്ങനെയാണെങ്കിൽ r എന്ന് പറയുന്ന പോയിന്റിനൊക്കെ ഞാൻ കൊടുത്ത പേരാണ് p q r നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം പേര് കൊടുക്കാതിരിക്കാം ഓക്കേ അപ്പോൾ r എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം അപ്പോൾ r ന്റെ കോർഡിനേറ്റ്
നിങ്ങൾക്കറിയാം കോർഡിനേറ്റ് ആർ, കോർഡിനേറ്റ് ഓഫ് ആർ, ആ പോയിന്റ് കോർഡിനേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കോർഡിനേറ്റ് ഓഫ് ആർ, കോർഡിനേറ്റ് ഓഫ് ആർ എന്ന് പറയുന്ന ആ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഒന്നാമത്തത് ഇന്റേണലി ആണ്, ഞാൻ ആദ്യം ഇന്റേണലി ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്? mx2 nx1 ഡിവൈഡ് ബൈ എന്താണ് m n. ഓക്കേ, അടുത്തത് എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് my2 ny1 ഡിവൈഡഡ് ബൈ എന്താണ് m n. ഓക്കേ, മൂന്നാമത്തേത് mz2 nz1 ഡിവൈഡ് ബൈ എന്താണ് m n. ഓക്കേ, നമ്മൾ കുറച്ച് മുമ്പ് നമ്മളത് പറഞ്ഞ കാര്യമാണ്. ഇന്റേണൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ആണത് mx2 nx1 ഡിവൈഡ് ബൈ m 1, അതേപോലെ my2 ny1 ഡിവൈഡ് ബൈ m n, അത് mz2 nz1 ഡിവൈഡ് ബൈ m n. ഓക്കേ, നമുക്ക് x1 ഉം y1 z1 ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ കിടക്കുന്നതാണ് x1, ഇത് y1 z1, അടുത്തത് x2 y2 z. ഓക്കേ, തിരിച്ചെടുത്താലും കുഴപ്പമില്ല, നമുക്ക് എടുക്കണം. ഓക്കേ, അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കാം. 2:3 തിരിച്ചെടുക്കേണ്ട രീതിയിൽ തന്നെ എടുത്താൽ മതി. ഓക്കേ, ആദ്യം കിടക്കുന്ന പോയിന്റ് x1 y1 z1, അടുത്തത് x2 y2 z2. ഏത് റേഷ്യോ ആണ് ഡിവൈഡ് ചെയ്യുക? 2:3. അപ്പോൾ m ന്റെ സ്ഥാനത്ത് 2, m:2 എന്നല്ലേ? അപ്പോൾ m:2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 2:3 ആണ്. ഓക്കേ, അപ്പോൾ m ന്റെ സ്ഥാനത്ത് 2, n ന്റെ സ്ഥാനത്ത് എന്താണ് 3 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്യാം. ഓക്കേ, mx2, m എന്ന് പറയുന്നത് നമ്മൾ എത്രയാണെന്ന് അറിയാം? 2 into x2 ന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോണം. x2 എന്ന് പറയുന്നത് എത്രയാണ്? 1, 2 into 1 plus nx1, n എന്ന് പറയുന്നത് എത്രയാണ്? 3 into x1 എത്രയാണ്? -2. ഓക്കേ, അപ്പോൾ എന്താണ് 3 into -2 ഡിവൈഡ് ബൈ താഴെ m plus n. m plus n എന്ന് പറയുമ്പോൾ എന്താണ് 2 plus 3 11. ഓക്കേ, വളരെ സിമ്പിൾ ആണ്. mx2 plus nx1 ഡിവൈഡ് ബൈ 2 plus 1 എത്ര? m plus n. അടുത്തത് my2, m ന്റെ സ്ഥാനത്ത് 2 ആണ്, y2 എന്ന് പറയുമ്പോൾ ഇതാണ് y2 എത്ര? 2 into -4, 2 into -4 plus അടുത്തതാണ് ny1, n എന്ന് പറയുന്നത് എന്താണ് 3 into y1 എന്ന് പറയുന്നത് എത്രയാണ് 3. അപ്പോൾ എത്ര? 3 into 3 ഡിവൈഡഡ് ബൈ എന്താണ് m plus n. m plus n എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ എല്ലാം സെയിം ആണ്, 2 plus 3. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് mz1 plus nz1. m എന്ന് പറയുന്നത് 2 ആണ്, 2 into z2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 6. ഓക്കേ, അപ്പോൾ 2 into 6 പ്ലസ് അടുത്തത് nz1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇത് x1 y1 z1 ഇവിടെ എല്ലാം എടുത്തിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കേ, എത്ര? 3 into എത്ര 5 ഡിവൈഡ് ബൈ എത്ര 2 plus 3. ഓക്കേ, നേരത്തെ നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ്. അത് നമ്മൾ അവിടെ x1 ഉം y1 ഉം z1 ഉം m നും n നും ഒക്കെ വാല്യൂ എടുത്തിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കേ, സിമ്പിൾ ആയിട്ട് 2 into 1 2, അടുത്തത് 2 3 into -2 -6 ഡിവൈഡ് ബൈ 5. ഓക്കേ, അടുത്തത് 2 into -4 -8 പ്ലസ് 3 into 3 എന്ന് പറയുന്നത് 9 ഡിവൈഡ് ബൈ 5. ഓക്കേ, അടുത്തത് 2 into 6 എന്ന് പറഞ്ഞാൽ 12 ആണ്, 12 പ്ലസ് 3 into 5 എന്ന് പറഞ്ഞാൽ 15. ഓക്കേ, 15. ഓക്കേ, ഡിവൈഡ് ബൈ 5. ഓക്കേ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ വാല്യൂ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് അങ്ങോട്ട് തന്നെ എഴുതാം. പോയിന്റ് 2 ന്ന് 6 കുറച്ചാൽ -4 ഡിവൈഡ് ബൈ 5, -4/5. അടുത്തത് -8 plus 9 എന്ന് പറഞ്ഞാൽ 1 ആണ്, അടുത്ത 1/5. ലാസ്റ്റ് 12 plus 15 എന്ന് പറഞ്ഞാൽ 27, ആൻസർ 27/5. ഓക്കേ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് r ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലാണ് പോയിന്റ് കണ്ടുപിടിക്കുന്ന r. ഓക്കേ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്റേണലി ഇക്വേഷൻ പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് കോർഡിനേറ്റ് ഇക്വേഷൻ നമുക്കറിയാം. അവിടെ m ന്റെയും n ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 2 ഉം 3 ഉം ആണ്. x1 ന്റെ y1 z1 എന്ന സ്ഥാനത്താണ് ഇത് കിടക്കുന്നത്. x2 y2 z2 സ്ഥാനത്ത് 1 ഉം -4 6 ഉം അതേ കണക്ക് എടുത്തിട്ട് കൊടുക്കുക. നിങ്ങൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ മതി. mx2 അല്ലെ m എന്ന് പറയുമ്പോൾ 2 mx2 nx1, അടുത്തത് എന്താണ് my2 അടുത്തത് ny1, അടുത്തത് mz2 എന്താണ് nz1. ഇങ്ങനെയാണ് ക്രോസ് ചെയ്താണ് ഓരോന്നും പോകണം. ഡിനോമിനേറ്ററിൽ എപ്പോഴും m plus n തന്നെ വരും. m plus n എന്ന് പറഞ്ഞാൽ 2 plus 3 ആണ് ഈ ഇക്വേഷനിൽ ഫുള്ളും വരും. ഓക്കേ, പ്ലസ് ആണ് എല്ലായിടത്തും സെൻട്രൽ ഇടാവുക, പ്ലസ് ആണ് കാരണം ഇന്റേണൽ ഡിവിഷൻ ആണ്. ഓക്കേ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ഡിവിഷൻ ചെയ്യുകയാണ്. എക്സ്റ്റേണൽ ഡിവിഷൻ ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാം, കാരണം ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? അവിടെ r എന്ന പോയിന്റ് തന്നെയാണെന്ന്
അസ്യൂം ചെയ്യാം. R എന്ന പോയിന്റ് എന്താ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വേറെ പേര് കൊടുക്കുക, ഞാൻ R തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ അപ്പൊ 2:3 എക്സ്റ്റേണൽ, രണ്ടാമത്തെ എക്സ്റ്റേണൽ ആയിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ 2:3 എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. m ന്റെ എല്ലാ സ്ഥാനത്തെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഈ ചിഹ്നങ്ങളല്ല, ഇവിടുത്തെ പ്ലസ് എല്ലാം എന്താവും പിള്ളേരെ, അതങ്ങ് മൈനസ് ആവുന്നത്. അപ്പൊ r ന്റെ കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ റൈറ്റ് സൈഡിലോട്ട് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ ഈ സെയിം ഇക്വേഷൻ അല്ല, ചെറിയൊരു വ്യത്യാസം. എന്താണ് കോർഡിനേറ്റ് ഓഫ് r കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ചെറിയൊരു വ്യത്യാസം. എന്തിനാണ് mx2 nyx1 nx1 divided by എന്തിനാണ് m-n, അതേപോലെ ny2 ny1 divided by m-1 mz2 nz1 divided by m-. ഓക്കേ, ഇത്രയും കാര്യമാണ് അവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കേ, ഇവിടെ പ്ലസ് ഇട്ടതല്ല, അവിടെ എന്ത് ചെയ്യുക മൈനസ്. എന്നിട്ട് ഓരോന്നും നമുക്ക് കണ്ട പെട്ടെന്ന് ചെയ്യാം. ഇവിടെ ചെയ്ത അതേ കണക്ക് തന്നെ ചെയ്ത് ഇവിടുത്തെ പ്ലസിന് വരെ മൈനസ് ആവുന്നേ ഉള്ളൂ. ഓക്കേ, ഇപ്പൊ എത്രയാണ് 2 into 1 മൈനസ് എത്ര 3 into minus 2. ഓക്കേ, 3 into minus 2 divided by എന്താണ് 2 minus 3. ഓക്കേ, അടുത്തത് ഇവിടെ അത് തന്നെയാണ് 2 minus 2 into minus 4 2 into minus 4 minus എന്താണ് 3 into 3. ഓക്കേ, നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ഇൻറ്റു ചെയ്ത് തന്നെ അവിടെ നിന്ന് പോവാം, സ്ഥലമില്ല. അപ്പൊ ഇവിടെ 2 into 1 എന്നാൽ 2 ആണ്, 2 minus 3 into minus എന്ന് പറഞ്ഞാൽ minus 6. ഓക്കേ, minus 6 divided by 2 minus 3 എന്ന് പറയുമ്പോൾ minus 1. ഓക്കേ, ഞാൻ സ്റ്റെപ്പ് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതുന്നത്, ഇവിടെ എല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കേ, അടുത്തത് 2 into minus 4 എന്ന് പറഞ്ഞാൽ minus 8 ആണ്, minus 8 minus 3 into 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ നമ്മള് ചിഹ്നം ഇട്ടിട്ടുണ്ട്. ഇവിടെ താഴെ എന്താണ് 2 minus 3 ആണ്. ഓക്കേ, 2 minus 3 എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും മൈനസ്. അടുത്ത 2 into 6 എന്ന് പറഞ്ഞാൽ 12 ആണ്, 12 മൈനസ് 3 into 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓക്കേ, 15 താഴെ എന്ത് തന്നെയാണ് മൈനസ്. ഓക്കേ, ഞാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കുറച്ച് എഴുതുന്നേ ഉള്ളൂ, കുറച്ച് സ്പേസും കൂടെ ഉള്ളൂ, അതാണ് സ്ഥലം ഇല്ലാത്തത്. ഇവിടെ ഇന്റേണൽ ഡീപ്പായിട്ട് എഴുതുന്നതുകൊണ്ട് എക്സ്റ്റേണൽ പിന്നെ പെട്ടെന്ന് ചെയ്യാറില്ല, എല്ലായിടത്തും നെഗറ്റീവ് സൈൻ മാത്രം ഇട്ടാൽ മതി. ഇവിടെ എല്ലാം പ്ലസിന്റെ സ്ഥാനം മൈനസ് ആണ്, സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. അത് ഗുണിച്ചുള്ള ഈ സ്റ്റെപ്പാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എഴുതിയിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുള്ളൂ. 2 minus minus 6 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്രയാണ്, എത്രയാണ് 8 divided by minus. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം minus 8 minus 9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് minus 17 by minus 1. അടുത്ത 12 എന്ന് 15 കുറച്ചാൽ minus 3 divided by minus 1. ഓക്കേ, അവസാനം ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. 8 divided by minus 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് minus 8 minus 17 divided by minus 1 17 minus 3 by minus 1 ആണ് 3. ഓക്കേ, ഇതാണ് നമ്മൾ എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് പോയിന്റ് എക്സ്റ്റേണലി 2:3 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ പോയിന്റ് -8 17 എന്താണ് 3 ആണ്. ഓക്കേ, നല്ല ചോദ്യമാണ്. നമുക്ക് കണക്ക് കുറേ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. അവിടെ നേരത്തെ പറഞ്ഞ കണക്ക് m ന്റെ n ന്റെ വാല്യൂ x1 y1 z1 വാല്യൂ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കേ, എക്സ്റ്റേണലി ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ഇട്ട് ചെയ്തതെല്ലാം മൈനസ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലൈസ് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ കോർഡിനേറ്റ് ആ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്ന ആ റേഷ്യോയിൽ ആ കോർഡിനേറ്റിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കേ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലേക്ക് എന്ത് ചെയ്യാം പോവാം. അടുത്തതിലോട്ട് പോവാം. ഫർദർ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് R which divides PQ in the ratio k:1. ഇപ്പോ ഏതെങ്കിലും ഒരു ലൈൻ സെഗ്മെന്റ് PQ നെ ആ ഒരു പോയിന്റ് R എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും പ്ലെയിൻ വന്ന് ഒരു ലൈൻ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ k:1 റേഷ്യോ കണ്ടുപിടിക്കാനുള്ള നമുക്ക് അറിയാത്ത പക്ഷം ഒരു ലൈൻ സെഗ്മെന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് വന്ന് ഇന്ന റേഷ്യോയിലല്ല ഡിവൈഡ് ചെയ്യുന്നത്, ഏത് റേഷ്യോയിലാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ k:1 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു അസ്യൂം ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കേ, k:1 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നതാണ് അത് മീൻ ചെയ്യുന്നത് നമ്മുടെ k എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് k എന്ന് പറയുന്നത് നമ്മുടെ m/n ആണ്. ഓക്കേ, കിട്ടുന്ന k എന്ന് പറയുന്നത് നമുക്ക് k യുടെ വാല്യൂ ഇപ്പം 2/3 എന്നാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. k യുടെ വാല്യൂ 2/3 അങ്ങനെയാണ് ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നത് 2:3. ഇത് m ഉം ഇത് n ഉം ആണ്. ഓക്കേ,
അടുത്ത വേറൊരു ഇതിൽ കെയുടെ വാല്യൂ -1/2 എന്ന് പറയുന്ന റേഷ്യോ ആണ് ഡിവൈഡ് ചെയ്ത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റേഷ്യോ 1:2. പക്ഷെ കുഴപ്പമുണ്ട്, ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് എക്സ്റ്റേണൽ ആയിരിക്കും. ഇത് എന്താണ് ഇന്റേണൽ. അപ്പൊ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ, അപ്പൊ കെ ഒരു 2/3 ആണെങ്കിൽ 2:3 ഇന്റേണലി. k -1/2 ആണെങ്കിൽ 1:2 എന്ന റേഷ്യോ ആണ്, പക്ഷെ എക്സ്റ്റേണലി. ഇപ്പൊ k എന്ന് പറയുന്നത് -2/3 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ k യുടെ വാല്യൂ -2/3 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് റേഷ്യോ തന്നെയാണ് 2/3, പക്ഷെ എക്സ്റ്റേണൽ. നെഗറ്റീവ് വന്ന എക്സ്റ്റേണൽ ആണ്, പോസിറ്റീവ് വന്ന ഇന്റേണൽ ഡിവിഷൻ ആണെന്ന് ചെയ്യാം. അപ്പൊ k യുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് അതിന്റെ റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റും. ഇക്വേഷൻ ഇതാണ് kx2. നമ്മൾ നേരത്തെ mx2 nx1 m+n അതേ രീതി തന്നെയാണ്, വളരെ സിമ്പിൾ ആണ്. kx2 x1 1 k, അല്ലെങ്കിൽ നമുക്ക് k+1 എന്ന് തന്നെ എല്ലാം എഴുതാം, k+1. ഓക്കേ, അടുത്തത് ky2. ഇവിടെ ചെയ്യുന്ന ഒരു ടേം മാത്രം പഠിച്ചാൽ മതി. ഈ ടേം മാത്രം പഠിച്ചാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഇത് kx2 x1 k+1, ky2 y1 k+1, kz2 z1 k+1. ഓക്കേ, ആ റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ k യുടെ വാല്യൂ കിട്ടും. ആ k യുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഷ്യോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് അറിഞ്ഞിരിക്കും. ഓക്കേ, അതേപോലെ നമ്മൾ ചെറു ക്ലാസ്സിലേക്ക് സെൻട്രോയിഡ് ഓഫ് എ ട്രയാംഗിൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാംഗിളിന്റെ കോർഡിനേറ്റ് x1 y1 z1, ഒരു വശത്തിലെ a എന്ന വശത്തിലെ കോർഡിനേറ്റ് x1 y1 z1 എന്ന് വിചാരിക്കുക. b എന്ന് പറയുന്ന വശത്ത് x2 y2 z2, c ല x3 y3 z3 ആണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡ്, ഓക്കേ, സെൻട്രോയിഡ് g ആണ് എങ്കിൽ g യുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടുത്തെ x1 ഉം ഇവിടുത്തെ x2 ഇവിടെ x3 കൂടെ കൂട്ടണം. x1 x2 x3 /3. ഓക്കേ, അതേപോലെ അടുത്തത് എന്തായിരിക്കും, y1 y2 y3 /3. ലാസ്റ്റ് z1 z2 z3 /3. ഇതാണ് ഒരു ട്രയാംഗിളിന്റെ സെന്റർ. മിഡ് പോയിന്റ് ആണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് x1 x2 /2 y1 y2 /2 z1 z ഇത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാംഗിൾ കണ്ടുപിടിക്കാൻ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ റേഷ്യോ k ആണ് റേഷ്യോയില ഈ ഒരു ഇക്വേഷനും സെൻട്രോയിഡ് ഓഫ് എ ട്രയാംഗിൾ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ ഇക്വേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അടുത്തൊരു പ്രോബ്ലം നമ്മൾ പോവാം. കുറച്ച് മുമ്പ് സെൻട്രോയിഡിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രയാംഗിൾ. അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കേ, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫൈൻഡ് ദി സെൻട്രോയിഡ് ഓഫ് എ ട്രയാംഗിൾ. ഒരു ട്രയാംഗിളിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. whose vertices are, അതിന്റെ വെർട്ടിസസിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. 1 2 3 3 1 6 5 10 3. അതായത് ഒരു ട്രയാംഗിൾ ഉണ്ട്, ആ ട്രയാംഗിളിന്റെ വെർട്ടിസസ് എന്ന് പറയുമ്പോൾ അതിന്റെ മൂലകളിലെ കോർഡിനേറ്റ് ഒന്ന് എന്താണ് 1 2 3, അതായത് ഇവിടെ 3 1 6 5 10 3 മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ ഇവിടുത്തെ പോയിന്റ് ഈ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാം. അപ്പൊ സെൻട്രോയിഡ് ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ സെൻട്രോയിഡ് ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. ഓക്കെ, സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ്. സെൻട്രോയിഡ് ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്, കുറച്ച് നമ്മൾ പറഞ്ഞാൽ എന്തിനാണ്, x1 x2 x3 /3. ഓക്കെ, അതാണ് x കോർഡിനേറ്റ്. അടുത്തത് y കോർഡിനേറ്റ് y1 y2 y3 /3. സിമിലർലി ഇനി ആരുണ്ട്, z കൂടെ വരുന്നുണ്ട്, z1 z2 z3 /3. ഓക്കെ, അതായത് മൂന്ന് കോർഡിനേറ്റ്, മൂന്നിന്റെയും x കോർഡിനേറ്റ് ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ഓരോന്നിന്റെ. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി x1 y1 z1. നിങ്ങൾക്ക് തന്നെ അറിയാം, ആദ്യം ഇതാണ് x1, ഇത് x1, ഇത് y1, ഇത് z1. ഓക്കെ, ഫസ്റ്റ് കോർഡിനേറ്റ് അതായത് x1 y1 നമുക്ക് ഏതൊന്നും എടുക്കാം. ഇത് എന്താണ് x2 y2 z2, ഇത് x3 y3 z3. ഓക്കെ, അങ്ങനെ എടുത്താൽ. ഓക്കെ, ഫസ്റ്റ് കോർഡിനേറ്റ് x1 y1 z1, അടുത്ത x2 y2 z2, അടുത്ത x3 y3 z3. ഇത് അതേ കണക്ക് തന്നെ അടുത്ത വാല്യൂ എടുത്തിട്ടുണ്ട്. ഇവിടെ x1 ന്റെ സ്ഥാനത്ത് 1 ആണ്. ഇവിടെ ആദ്യം കിടക്കുന്നതാണ് x1 1 പ്ലസ് അടുത്ത x1 ന്റെ സ്ഥാനത്ത് 3 പ്ലസ് അടുത്ത 5 ഹോൾ ഡിവൈഡ് ബൈ 3. ഓക്കെ, സിമ്പിൾ ആയിട്ട്. അടുത്തത് y1 y2 y3 ആണ്. y1 ന്റെ സ്ഥാനത്ത് -2 പ്ലസ് അടുത്ത 1 പ്ലസ് 10 ഹോൾ ഡിവൈഡ് ബൈ 3. ഫൈനലി z കോർഡിനേറ്റ് 3 പ്ലസ് -6 പ്ലസ് 3 ഹോൾ ഡിവൈഡ് ബൈ 3. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഫൈനൽ 1 3 കൂട്ടുമ്പോൾ 4 4 5 9, ആൻസർ 9 ഡിവൈഡ് ബൈ 3. ഓക്കെ, അടുത്ത -2 1 കൂടെ ആഡ് ചെയ്താൽ -1, അല്ലെങ്കിൽ
10 പ്ലസ് 1 11 11 മൈനസ് 2 എത്രയാണ് 9 മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 മൈനസ് 1 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യാം സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്ക്. അടുത്തത് 3 plus 3 6 6 minus 3 എന്താ 0 അല്ലെങ്കിൽ 3 എന്ന് 6 കുറച്ചാൽ -3 -3 plus 3 എന്ന് പറയാൻ 0 ആൻസർ 0/3. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 9/3 എല്ലാവർക്കും അറിയാം എത്രയാണ് 3. അടുത്തത് വീണ്ടും 9/3 3 ആണ്. 0നെ ഏത് നമ്പറോട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 0 ആണ്. അപ്പൊ സെൻട്രോയിഡ് നമുക്ക് കിട്ടി. അവർ പറഞ്ഞിട്ടുള്ള ട്രയാംഗിളിന്റെ ഈ മൂന്ന് കോർഡിനേറ്റ് വെച്ചിട്ടുള്ള ട്രയാംഗിളിന്റെ സെൻട്രോയിഡ് 3 3 0 അതാണ് അടുത്ത സെൻട്രോയിഡ് ഓഫ് എന്ന് പറയുന്നത് ട്രയാംഗിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. കൊമേഴ്സുകാർക്കൊക്കെ കൂടുതൽ സെൻട്രോയിഡ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സയൻസുകാർക്കും ചോദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സിന്റെയോ വൈയുടെയോ വാല്യൂ കണ്ടുപിടിക്കാനാണ് സയൻസുകാർ കൂടുതൽ സെൻട്രോയിഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് ചോദിക്കും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാൻ നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അപ്പൊ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇതിനകത്ത് find the ratio in which the line segment joining the point 4 8 10 6 10 minus 8 divided by y subplane. ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അത് y subplane ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ആ പോയിന്റിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം k:1 എന്ന റേഷ്യോയിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കേ, ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കേ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ y subplane divides the line segment joining the point ഏതൊക്കെ പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. ഓക്കേ, ഞാൻ ക്വസ്റ്റ്യന്റെ കാര്യം തന്നെ വീഡിയോ എഴുതിയിട്ടുണ്ട്. ഇപ്പോ y subplane ആണ് ഇവിടെ ലൈൻ സെഗ്മെന്റ് ജോയിൻ ദി പോയിന്റ്. ഏതോ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആര് വന്ന് ഡിവൈഡ് ചെയ്യുന്നു? ആ y subplane വന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ പോയിന്റ് ആണെന്ന് അറിയാം. പോയിന്റ് പേര് കൊടുക്കുവാണ്. a എന്ന് പറയുന്ന പോയിന്റ് 4 8 10 എന്നും b എന്ന് പറയുന്ന പോയിന്റ് 6 10 -8. ഓക്കേ, 6 10 -8. ഓക്കേ, അപ്പോൾ ഇപ്പോ a എന്നും b എന്നും രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത ലൈൻ സെഗ്മെന്റ് അതിനെ y subplane വന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഏത് റേഷ്യോയാണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് at p എന്ന് എഴുതാം. at p in k:1 ratio. ഓക്കേ, k:1 ratio. ഓക്കേ, k:1 ratio ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കും. ഓക്കേ, നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് k:1 ratio. ഓക്കേ, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയത് a എന്നും b എന്നും ഉള്ള രണ്ട് പോയിന്റ് അതിനെ ആര് y subplane divide the line segment join the point a and b at p in the p ഏത് റേഷ്യോ k:1 ratio. ഓക്കേ, k:1 ratio ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കേ, അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് തന്നപ്പോ a ഇങ്ങനെയൊന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ അറിയാം. a b എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് 4 8 10, b എന്ന് പറയുന്നത് 6 10 -8. ഇവിടെ p വന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എടുത്തെടുത്ത് p എന്ന് പറയാം. നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ അങ്ങനെയാണ് എഴുതുന്നത്. p എന്ന് പറയുന്നത് ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കുക, ആ k:1 എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. എന്താണ് ഇക്വേഷൻ? കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ k(x2) പ്ലസ് x1 ഡിവൈഡ് ബൈ k+1. ഓക്കേ, അടുത്തത് തന്നെയാണ് എന്തിനാണ് ky2 പ്ലസ് y1 ഡിവൈഡ് ബൈ k+1. അടുത്തത് kz2 പ്ലസ് z1 ഡിവൈഡ് ബൈ k+1. ഓക്കേ, ഇതാണ് ആരുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ab എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് p വന്ന് ഡിവൈഡ് ചെയ്യുന്നു k:1. ഇങ്ങനെ xy പ്ലെയിനോ z പ്ലെയിനോ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ എല്ലാം ഈ രീതിയിലാണ് ചെയ്യുക. ഓക്കേ, അവിടെ k:1 റേഷ്യോ. ഇനി നമുക്ക് x2 നും x1 ഒക്കെ വാല്യൂ കൊടുക്കുക. ഇതാണ് x1 y1 z1, ഇതാണ് x2 y2 എന്തിനാണ് z. ഓക്കേ, x2 y2 z. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുക്കുക. ഓക്കേ, p ക്ക് നമുക്ക് എന്ത് കൊടുക്കുക വാല്യൂ kx2 എന്ന് പറയുമ്പോൾ 6 ആണ് x2. അപ്പോൾ എന്തിനാണ് 6k പ്ലസ് x1 ന്റെ സ്ഥാനത്ത് എത്രയാണ് 4 ഡിവൈഡ് ബൈ k+1. ഓക്കേ, അത് കഴിഞ്ഞു. അടുത്ത ky2 പ്ലസ് y2 ന്റെ സ്ഥാനത്ത് 10 ആണ്. അപ്പോൾ എത്ര 10k പ്ലസ് y1 ന്റെ സ്ഥാനത്ത് 8 ആണ് ഡിവൈഡഡ് ബൈ k+1. ഓക്കേ, അടുത്ത ലാസ്റ്റ് z2 എന്ന് പറയുമ്പോൾ -8 ആണ്. -8k പ്ലസ് z1 ന്റെ സ്ഥാനത്ത് 10 ആണ് ഡിവൈഡഡ് ബൈ k+1. ഓക്കേ, അപ്പോൾ ഇത്രയും കാര്യം നോക്കുക. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇക്വേഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ നമ്മൾ എഴുതി. അവിടെ p എന്ന പോയിന്റ് ആയതാണ് p എന്ന് എഴുതുന്നത്. p എന്ന് കൊടുക്കണമെന്നില്ല. അവിടെ x2 നും x1 നും വാല്യൂ കൊടുത്തു. ഡിനോമിനേറ്റർ എല്ലാം k+1 ആണ്.
ഇപ്പൊ x2 ന് നമ്മൾ ഇതാണ് x2 y2 z2 ഇതാണ് x1 y1 z1. ഓക്കേ, ഇത് x1 y1 z1 x2 y2 z2. അത് തന്നെയാണ് ഇങ്ങോട്ട് എഴുതിയത്. അപ്പോൾ പെട്ടെന്നൊക്കെ എഴുതാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലൈനൊക്കെ എഴുതി. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് p ഏത് പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത്? yz പ്ലെയിൻ ആണ്. yz പ്ലെയിൻ ഈ പാഠം നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു yz പ്ലെയിൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. yz പ്ലെയിനിൽ എല്ലാവർക്കും അറിയാം yz പ്ലെയിനിൽ r 0 ആയിരിക്കും, x കോർഡിനേറ്റ് 0 ആയിരിക്കും. അല്ല, x കോർഡിനേറ്റ് 0 ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. yz പ്ലെയിനിൽ x കോർഡിനേറ്റ് 0 ആണ്. അതായത് ഈ p എന്ന് പറയുന്ന പോയിന്റില് x കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ k യുടെ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ r 0 ആണ് ഇവിടെ ഇത് x കോർഡിനേറ്റ് ആണ് p യുടെ, ഇത് p യുടെ y കോർഡിനേറ്റ്, ഇത് p യുടെ z കോർഡിനേറ്റ്. ഇത് yz പ്ലെയിനിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ x കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് yz തന്നെ ആയിരിക്കത്തില്ല, പരീക്ഷയുടെ xy പ്ലെയിൻ എന്ന് തന്നേക്കാം. xy പ്ലെയിൻ ആണെങ്കിൽ അവിടെ z കോർഡിനേറ്റ് 0 ആയിരിക്കും. അടുത്ത പരീക്ഷയ്ക്ക് xz പ്ലെയിൻ ആണെന്നിരിക്കുമെങ്കിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് yz പ്ലെയിൻ ആയതുകൊണ്ട് അവിടുത്തെ x കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x കോർഡിനേറ്റ് ഇവിടെ 6k + 4 ഡിവൈഡ് ബൈ k + 1 0 ആയിരിക്കും. 6k + 4 ഡിവൈഡ് ബൈ k + 1 = 0. ഈ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഗുണിക്കുന്നു, അപ്പോൾ ഇൻടു 0 ആവും. അപ്പോൾ 6k + 4 = 0. 6k ഈ 4 നെ അപ്പുറത്തുണ്ടാവും -4. k -4/6. ആൻസർ എത്ര കിട്ടും? -2/3. ഓക്കേ, നമുക്ക് ആൻസർ കിട്ടി എത്ര? -2/3. നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, k ക്ക് നെഗറ്റീവ് വാല്യൂ എടുത്തെങ്കിൽ എക്സ്റ്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവസാനം പറയാം yz പ്ലെയിൻ divides AB externally in the ratio 2:3. Okay, the ratio 2:3. Okay, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് പാടായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും പ്ലെയിൻ വന്ന് രണ്ട് ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്യുന്ന പോയിന്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ സിമ്പിൾ ആണ്. ഇത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. kx2 + x1 / k + 1, ky2 + y1 / k + 1, kz2 + z1 / k + 1. അതിന് y2 നും x2 നും z2 നും ഈ വാല്യൂ കൊടുത്തു, y1 നും x1 z1 ഈ വാല്യൂ കൊടുക്കുന്നു. അത് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങോട്ട് എഴുതുന്നു. ഇവിടുത്തെ താഴോട്ട് ഇടാൻ വളരെ എളുപ്പമാണ്. yz പ്ലെയിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. yz പ്ലെയിനിൽ r 0 ആണ്, x കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അത് r ക്ക് 0 ഇക്വേറ്റ് ചെയ്ത് k യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ k യുടെ വാല്യൂ കണ്ടുപിടിച്ച് അതേ കണക്ക് എഴുതുന്നു റേഷ്യോ. 2/3 ആണ് 2:3, 1/2 ആണ് 1:2, 1/3 ആണ് 1:3. നെഗറ്റീവ് ആണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, പോസിറ്റീവ് ആണെങ്കിൽ ഇന്റേണൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ yz പ്ലെയിൻ AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് എക്സ്റ്റേണലി ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു? 2:3 ആണ്. ഡൗട്ട് ഉള്ളവർ ചുമ്മാ റഫ് ആയിട്ട് ഫിഗർ ഒക്കെ വേണമെങ്കിൽ ക്ലിയർ ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും വരച്ചൊക്കെ നോക്കി പെട്ടെന്ന് ഇക്വേഷൻ വഴി ചെയ്യാം. ഓക്കേ, അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കേ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാഠം ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാഠത്തിലെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി പാഠത്തിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് പോകും. എൻസിആർടി ടെക്സ്റ്റ് ബുക്കിലെ ചില ക്വസ്റ്റ്യൻസും കൂടെ അതിനകത്ത് ചെയ്യാറുണ്ട്. പിന്നെ വെളിയിൽ നിന്നുള്ള ചില എക്സാം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസുമായി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ചെയ്യാം.